അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഷഅബാൻ പകുതിയുടെ രാവ് അഥവാ ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ വിശുദ്ധമായ രാവ് ലൈലത്തുൽ ബറാഅ, ലൈലത്തുർ റഹ്മ തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുദ് ദുഖാനിൽ ഫീ ലൈലത്തിൻ മുബാറക എന്നു പറഞ്ഞ രാത്രി കൊണ്ടുള്ള ഉദ്ദേശം ഷഅബാൻ പകുതിയുടെ രാവാണെന്ന് മുഫസ്സിരീങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഒരു രാത്രിയിൽ മുത്തുനബി എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. എൻ്റെ കൂടെ കിടന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് മുത്തുനബി ഇറങ്ങിപ്പോയി. തങ്ങൾ മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ എന്നെനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നാലെ പോയി. ഫാദറക്തുഹു ബിൽ ബഖീ, മുത്തുനബിയെ ഞാൻ കാണുന്നത് ജന്നത്തുൽ ബഖീയിലാണ്. യസ്തഗ്ഫിറു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വശുഹദാ, വിശ്വാസിനികൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടി മുത്തുനബി ദുആ ചെയ്യുന്നു. മുത്തുനബി തിരിച്ചു വരുമ്പോഴേക്ക് വളരെ വേഗത്തിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കയറി. വേഗത്തിൽ വന്ന എൻ്റെ കിതപ്പ് കണ്ട് മുത്തുനബി ചോദിച്ചു, എന്താ ആയിഷ കിതക്കുന്നത്? തങ്ങളെ, അങ്ങൻ്റെ അടുത്ത് കിടന്ന് പെട്ടെന്ന് എണീറ്റു പോയപ്പോൾ അങ്ങ് മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ എന്നറിയാൻ ഞാൻ പിന്നാലെ വന്നതാണ്. അകുന്തി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈക്കി വ റസൂലു, അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളോട് അക്രമം കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ എഴുന്നേറ്റ് പോയത് എന്താണെന്നറിയുമോ ആയിഷ? എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാൽ, എന്നോട് പറഞ്ഞു, ഹാദിഹിൽ ലൈലത്തു ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ഈ രാവ് ഷഅബാൻ പകുതിയുടെ രാവാണ്. വലില്ലാഹി ഫീഹ ഉതഖാഉ മിനൻ നാരി ബി അദദി ശുഊരി ഗനമി കൽബ്, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ കണക്കനുസരിച്ച് അള്ളാഹു തആലാക്ക് ഒരുപാട് നരകമോചിതരുള്ള രാവാണിത്. ഈ വിശുദ്ധമായ രാവിലും അള്ളാഹു തആല കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാത്ത ചില ആളുകളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാ യൻളുറുല്ലാഹു ഫീഹ ഇലാ മുശ്രിക്കിൻ, ഈ വിശുദ്ധമായ രാവിലും മുശ്രിക്കിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കില്ല. വല ഇലാ മുഷാഹിനിൻ, വ്യക്തിവൈരാഗ്യമുള്ളവരിലേക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമെത്തില്ല. ഒരാളോടും പകയില്ലാതെ ജീവിച്ച മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഹൃദയവിശുദ്ധി കൊണ്ട് സ്വർഗം നേടിയത് ഹദീസുകളിൽ നമ്മൾ പഠിച്ചവരാണ്. വല ഇലാ ഖാത്തിഇ റഹിമിൻ, കുടുംബബന്ധം മുറിക്കുന്നവനും ഈ വിശുദ്ധ രാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമെത്തില്ല. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മുത്തുനബി പറഞ്ഞത് ഹദീസിലുണ്ട്. വല ഇലാ മുസ്ബിലിൻ, വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഉടുക്കുന്നവനും ഈ വിശുദ്ധമായ രാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമെത്തില്ല. നമ്മൾ ആരും അത്ര വലിയ ഗൗരവത്തോടെ കാണാത്ത ഒരു വിഷയമാണ് വസ്ത്രം ഞെരിയാണിക്കു താഴേക്കിറങ്ങുന്നത്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ ലാ യൻളുറു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്തിറ, സ്വന്തം മുണ്ട് ഞെരിയാണിക്ക് താഴെ വലിച്ചേക്കുന്നയാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല താൽപര്യപൂർവ്വം നോക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിലിൻ ഇസാറ, മുണ്ട് വലിച്ചിയച്ച് നടന്നവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്നും മറ്റൊരു ഹദീസിലുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ നോട്ടം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ് അന്ത്യദിനം. ആ ദിവസത്തിൽ അവൻ്റെ നോട്ടം പോലും തടയപ്പെടാൻ വസ്ത്രം ഞെരിയാണിക്ക് താഴേക്കിറങ്ങുന്നത് കാരണമാകും. കഴിഞ്ഞില്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂലുലൂത്തിൻ്റെ കുത്തേറ്റ് കിടക്കുന്ന സമയം ധാരാളം ആളുകൾ മഹാനവറുകളെ സന്ദർശിക്കുന്നുണ്ട്. അവർക്കിടയിൽ ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രമിറങ്ങിയ ഒരാളെ ഉമർ തങ്ങൾ കാണുകയാണ്. ഇർഫ തൗബക യാ അഖി, സഹോദര, നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ കയറ്റി ഒടുക്കണം. മരണത്തോടടുത്ത സമയത്ത് സ്വന്തം വേദന പോലും മറന്ന് ഉമർ തങ്ങൾ ഈ ഒരു വിഷയം ഓർമ്മപ്പെടുത്തിയത് ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്നതിൻ്റെ ഗൗരവം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുന്നുണ്ട്, വലാ ഇലാ ആഖില്ലി വാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർക്കും ആ വിശുദ്ധമായ രാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കില്ല. വലാ തഖുല്ലഹുമാ ഉഫിൻ, മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുതെന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. കഴിഞ്ഞില്ല, വലാ ഇലാ മുദ്മിനി ഖംറിൻ, മദ്യപാനികളിലേക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമെത്തില്ല. ചില ഹദീസുകളിൽ ഈ വിശുദ്ധമായ രാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാത്തവരുടെ കൂട്ടത്തിൽ
ജ്യോത്സ്യന്മാരെയും മാരണക്കാരെയും വേശ്യാവൃത്തി നടത്തുന്നവരെയും എണ്ണിയത് കാണാം. ഇതുകേട്ട് പറയപ്പെട്ട ഏതെങ്കിലും തെറ്റുകൾ ജീവിതത്തിലുള്ളവർ വിശുദ്ധമായ ബറാഅത്ത് രാവിലും പണിയെടുക്കേണ്ടതില്ല, അതുകൊണ്ട് കാര്യമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ജീവിതത്തിൽ നിന്ന് അത്തരം തെറ്റുകളെ മാറ്റി നിർത്തി ഇനി ഒരിക്കലും അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ശപഥം ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനും റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കാനുമുള്ള സുവർണ അവസരമാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രസിദ്ധരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലും ദുആക്ക് ഇജാബത്തുള്ള 5 രാത്രികളെക്കുറിച്ച് പറയുന്നിടത്ത് ബറാഅത്ത് രാവിനെ എണ്ണിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അമൂല്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന വളരെ പുണ്യമേറിയ രാത്രിയാണ് വിശുദ്ധമായ ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിൽ ഇശാ മഗ്രിബിനിടയിൽ തുടർച്ചയായി 3 യാസീൻ പാരായണം ചെയ്യണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, തൻ്റെയും താൻ സ്നേഹിക്കുന്നവരുടെയും ദീർഘായുസ്സിനു വേണ്ടിയും. രണ്ടാമത്തത്, നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്തോടെയുള്ള വിശാലതയുണ്ടാകുന്നതിനു വേണ്ടിയും. മൂന്നാമത്തേത്, ഇഹപര വിജയികളിൽ ഉൾപ്പെടാനുമുള്ള നിയ്യത്തോടു കൂടിയായിരിക്കണം. ഇതിനിടയിൽ സംസാരിക്കാതിരിക്കലാണ് നല്ലതെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇശാ മഗ്രിബിനിടയിൽ തന്നെ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യലും പ്രത്യേകം പുണ്യമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയൊരു ബറാഅത്ത് രാവിനുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ആയതിനാൽ രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ഇന്നത്തെ രാത്രിയെ ഉപയോഗപ്പെടുത്താൻ നാം ജാഗ്രത കാണിക്കണം. ഈ വിശുദ്ധമായ രാവിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ഈ രാവിനെ പ്രയോജനപ്പെടുത്തി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല സാധുക്കളായ നമ്മയൊക്കെ പെടുത്തി തെരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.